2002 ഒരു സ്ത്രീയെ കാണാതാകുന്നു. 15 വർഷങ്ങൾക്ക് ശേഷം അവരുടെ സഹോദരൻ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നു. ഇന്ന് അന്വേഷണം എത്തി നിൽക്കുന്നത് ആലപ്പുഴ ചേർത്തല പള്ളിമുക്കിലെ സെബാസ്റ്റ്യന്റെ വീട്ടിലാണ്. ആ വീടിന്റെ പരിസരങ്ങളിൽ നിന്നും ഇതുവരെ കണ്ടെത്തിയത് 20ഓളം അസ്ഥി കഷ്ണങ്ങളാണ്. ജയനമ്മേൽ തുടങ്ങിയ അന്വേഷണത്തിൽ ബിന്ദു പത്മനാഭൻ, ഐഷ, സിന്ധു എന്നീ സ്ത്രീകളുടെ കൊലപാതകത്തിന് പിന്നിലും 62കാരനായ സെബാസ്റ്റ്യൻ തന്നെയെന്ന സൂചനകളിലേക്കാണ് ആ അന്വേഷണമെല്ലാം വിരൽ ചൂണ്ടുന്നതും. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ധർമ്മസ്ഥലയായി മാറുകയാണ് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്. ജയനമ്മ തിരോധാന കേസിലെ അന്വേഷണം പുരോഗമിക്കവേ വേറെയും സ്ത്രീകളെ കൊലപ്പെടുത്തിയ സൈക്കോ കില്ലറിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതെന്നാണ് സൂചനകൾ. ജയനമ്മയെ മാത്രമല്ല മറ്റു 3 സ്ത്രീകളെയും ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയിരിക്കാമെന്നാണ് നിഗമനം. ആ നിലയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതും. ദുരൂഹ സാഹചര്യത്തിൽ 4 സ്ത്രീകളെ കാണാതായ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് ഇതുവരെ 20ഓളം അസ്ഥികളാണ് കണ്ടെടുത്തത്. ഇവ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ, വാരനാട് വെളിയിൽ ഐഷ, കോട്ടയം അതിരമ്പുഴ സ്വദേശി ജയനമ്മ, ചേർത്തല തെക്ക് വള്ളാക്കുന്നത്ത് വെളി സിന്ധു എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പള്ളിപ്പുറം ചെങ്ങുംതറ CM സെബാസ്റ്റ്യന്റെ വീട്ടിൽ തിങ്കളാഴ്ച നടന്ന തെളിവെടുപ്പിലാണ് ഇവ കണ്ടെടുത്തത്. കത്തിക്കരിഞ്ഞ അസ്ഥികൾ അത് ജയനമ്മയുടേതാണെന്ന നിഗമനത്തിലായിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ച് നടപടിയെടുത്തത്. എന്നാൽ ഈ കേസുകളിൽ ഇതുവരെ ജയനമ്മയുടെ കൊലപാതകം മാത്രമാണ് പോലീസ് സ്ഥിരീകരിച്ചതും. ആ കൊലപാതകത്തിൽ സെബാസ്റ്റ്യന്റെ പങ്ക് തെളിയിക്കുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം തന്നെയാകും പുറത്തുവരികയെന്നതാണ് പോലീസ് അനുമാനം. സെബാസ്റ്റ്യന്റെ വീട്ടിലെ മുറിക്കുള്ളിൽ രക്തക്കറയും ലേഡീസ് ബാഗും വസ്ത്രങ്ങളും ഒരു കൊന്തയും കണ്ടെത്തിയിട്ടുണ്ട്. 2.5 ഏക്കർ പുരയിടത്തിലെ വീടിന്റെ പിന്നിലെ കാട് വെട്ടിത്തെളിച്ച് കുഴിയെടുത്തപ്പോഴാണ് സമീപ ദിവസം ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലത്തിന്റെ സമീപത്ത് നിന്ന് വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ കാണാതായ ജയനമ്മയെക്കുറിച്ചുള്ള അന്വേഷണമാണ് സെബാസ്റ്റ്യനിലേക്ക് എത്തിച്ചത്. ഇവരുമായി ബന്ധമുണ്ടായിരുന്നതായി സമ്മതിച്ചതിനെ തുടർന്നാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ജയനമ്മ കൊല്ലപ്പെട്ടെന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം പള്ളിപ്പുറത്തേക്ക് എത്തിയതും. ജയനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രതി ഇതുവരെ സമ്മതിച്ചിട്ടുള്ളതും. ചോദ്യം ചെയ്യലിനോടും അന്വേഷണത്തോടും ഇയാൾ പൂർണ്ണമായും സഹകരിക്കുന്നുമില്ല. മാത്രമല്ല പല ഘട്ടങ്ങളിലും ചോദ്യങ്ങൾക്ക് പോലീസിനെ കുഴയ്ക്കുന്ന ഉത്തരങ്ങളാണ് നൽകുന്നതും. ഇതിനിടെ ചേർത്തല ഭാഗത്തു നിന്ന് 2006 ശേഷം കാണാതായ മറ്റു ചില സ്ത്രീകളുടെ തിരോധാനത്തിലും ഇയാൾക്ക് പങ്കുണ്ടോ എന്ന സംശയത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഭാര്യയുമായി ഏറ്റുമാനൂരിൽ താമസിക്കുന്നതിനിടെയാണ് ജയനമ്മയുമായി സെബാസ്റ്റ്യൻ അടുപ്പത്തിലായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് വൻ പോലീസ് സന്നാഹത്തോടെ പ്രതിയെ പള്ളിപ്പുറത്ത് വീട്ടിലേക്ക് എത്തിച്ചത്. അടഞ്ഞുകിടക്കുന്ന ഈ വീട്ടിൽ ഇയാൾ വല്ലപ്പോഴുമാണ് എത്തിയിരുന്നത്. തെളിവെടുപ്പിന് മുന്നോടിയായി വീടിന്റെ പിന്നിലുള്ള കുളം വറ്റിക്കാനും കുഴിയെടുക്കാനും ക്രൈംബ്രാഞ്ച് സംഘം ഏർപ്പാട് ചെയ്തിരുന്നു. സെബാസ്റ്റ്യനെ വീടിനകത്തിരുത്തി വിവരം ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് കാടുകൾ വെട്ടിത്തെളിക്കാൻ ആരംഭിച്ചത്. കുളത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ തെളിച്ചതിന് ശേഷം സെബാസ്റ്റ്യൻ പറഞ്ഞ ഭാഗത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചപ്പോഴാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. ഇത് പരിശോധനയ്ക്കായി ശേഖരിച്ചു. വീടിന്റെ ചില ഭാഗങ്ങളിലും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി. പോലീസിന്റെ ഡോഗ് സ്ക്വാഡും പരിശോധനയ്ക്കായി എത്തി. ഇതിനായി പ്രത്യേക പരിശീലനം നേടിയ കെടാവർ നായയാണ് എത്തിച്ചത്. സെബാസ്റ്റ്യന്റെ പുരയിടത്ത് നിന്ന് എല്ലിന്റെയും വസ്ത്രങ്ങളുടെയും മണം പിടിച്ച നായി വീടിന്റെ പിന്നിലുള്ള പൊളിഞ്ഞു വീടാറായ കെട്ടിടത്തിലും വീട്ടുവളപ്പിൽ തന്നെയുള്ള കുളത്തിലും എത്തി. വീടിന്റെ പരിസരത്ത് മണം പിടിച്ചു നിന്നതിനെ തുടർന്ന് അഗ്നിരക്ഷാ സേനയുടെ വാഹനം ഉപയോഗിച്ച് കുളം വറ്റിച്ചു. കുളത്തിൽ നിന്ന് സംശയാസ്പദമായി ലഭിച്ച വസ്തുക്കൾ ഫോറൻസിക് സംഘം പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്തു. കേസിലെ തുടരന്വേഷണത്തിലാണ് ഈ അസ്ഥികൾ ആരുടേതാണെന്ന് കണ്ടെത്തുകയുള്ളൂ. തുടർന്ന് പുരയിടത്തിന് സമീപത്തുള്ള തോടും മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ചു. അവിടെ ഒന്നും കാണാതായതോടെ വീടിനകത്ത് പുതുതായി സ്ഥാപിച്ച ഗ്രാനൈറ്റ് പാകിയ തറയും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. രാത്രിയിലും പരിശോധന തുടർന്നിരുന്നു. ജയനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാകുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് 2 കൊലപാതകങ്ങളുടെ ചുരുളുകൾ അഴിയുന്നത്. കൊല്ലപ്പെട്ടത് ആരെന്ന് കണ്ടെത്തുന്നതാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിനായി DNA പരിശോധനാ ഫലമാണ് നിർണായകമാവുക. ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, വാരനാട് സ്വദേശി ഐഷ, കോട്ടയം അതിരമ്പുഴ സ്വദേശിനി ജയനമ്മ എന്നിവരുടെ ബന്ധുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ DNA ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഫലം വന്നതിന് ശേഷമേ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനിയായിരുന്ന ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിൽ പോലീസ് അട്ടിമറി നടത്തിയെന്ന ആക്ഷേപം ശക്തമായിരുന്നു. അതിന്റെ ഫലമായാണ് സെബാസ്റ്റ്യന് വീണ്ടും ക്രൂരതകൾ കാണിക്കാനുള്ള സാധ്യതയുണ്ടായതെന്നും ആക്ഷേപമുണ്ട്.
എന്തായാലും ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസിൽ അന്വേഷണം നേരിടുന്ന പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കല്ല കൃത്യങ്ങൾ നടത്തിയതെന്ന നിഗമനം കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. പള്ളിപ്പുറത്തെ വീട് കേന്ദ്രീകരിച്ച് കൊലപാതകം ഉൾപ്പെടെ നടന്നതായി സ്ഥിരീകരിക്കുന്നതിനൊപ്പം കുറ്റകൃത്യങ്ങളിൽ ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ എന്നുള്ള കാര്യവും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ സ്ത്രീകൾ സെബാസ്റ്റ്യന്റെ ഇരകളായിട്ടുണ്ടാകാമെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിലെ ക്യാപ്പിട്ട പല്ല് 2012 കാണാതായ ഐഷയുടേതാണെന്നാണ് സംശയം. DNA പരിശോധനയ്ക്കായി ഐഷയുടെ മകളുടെ രക്തസാമ്പിളുകൾ കഴിഞ്ഞ ദിവസം ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ശേഖരിച്ചിരുന്നു. വീട്ടിലെ പരിശോധനയ്ക്കിടെ തിങ്കളാഴ്ച നടത്തിയ ചോദ്യം ചെയ്യലിലും നിസ്സംഗഭാവത്തോടെയായിരുന്നു സെബാസ്റ്റ്യന്റെ പ്രതികരണം. പ്രതിയുടെ ആരോഗ്യാവസ്ഥയും അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ ആരോഗ്യവാനായിരുന്ന ഘട്ടത്തിലായിരുന്നു ഇയാളുമായി ബന്ധമുണ്ടായിരുന്ന സ്ത്രീകളെ കാണാതായത്. ചേർത്തല കടക്കരപ്പള്ളിയിലെ ബിന്ദു പത്മനാഭൻ, വാരനാട് സ്വദേശിനി ഐഷ, കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മ എന്നിവർക്ക് സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജയനമ്മയുടെ കൊലപാതകി സെബാസ്റ്റ്യനാണെന്നാണ് ഇതിനോടകം കണ്ടെത്തിയതും. കേസിൽ തെളിവ് ശേഖരണമാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തുന്നത്. ബിന്ദു പത്മനാഭന്റെ കോടികൾ വിലമതിക്കുന്ന ഭൂമി വ്യാജരേഖ ചമച്ച് വിറ്റത് സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലാണെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോഴും കോടതിയിൽ സമർപ്പിക്കാൻ യോഗ്യമായ തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ജയനമ്മയുടെ സഹോദരങ്ങളുടെ രക്തസാമ്പിളുകളും നേരത്തെ തന്നെ അയച്ചിരുന്നു. ലഭിച്ച തലയോട്ടിയുടെയും തുടയെല്ലുകളുടെയും പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജയനമ്മയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളിലേക്ക് കടന്നത്. എല്ലുകളുടെ പഴക്കവും തലയോട്ടിയോടൊപ്പം കിട്ടിയ കമ്പിയിട്ട പല്ലുമാണ് സംശയങ്ങൾക്കിടയാക്കിയത്. ജയനമ്മയ്ക്ക് അത്തരത്തിൽ പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിക്കുകയും ഐഷയ്ക്ക് ഒരു വെപ്പ് പല്ലുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അടുത്ത ആഴ്ചയോടെ DNA ഫലം വരുമ്പോൾ ഇതിന്റെയും സ്ഥിരീകരണമാകും. ജയനമ്മ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടെന്നുറപ്പിച്ചാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ നടപടികൾ. കാണാതായ 2024 ഡിസംബർ 23 തന്നെ ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ശരീരാവശിഷ്ടങ്ങൾ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ തന്നെയുണ്ടെന്നുമാണ് കണക്കാക്കിയിരുന്നത്. സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയെങ്കിലും ശരീരാവശിഷ്ടങ്ങളുടെ കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടില്ല. ജയനമ്മ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളടക്കം അപഹരിച്ച് പണയം വെക്കുകയും പിന്നീട് എടുത്ത് വിൽക്കുകയുമായിരുന്നു. ഇവ പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. വെള്ളി മുതൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനെ ഇന്നലെ ഉച്ചയോടെയാണ് പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ചത്. സാഹചര്യ തെളിവുകളാണ് സിന്ധുവിനെ കാണാതായ സംഭവത്തിലും വീണ്ടും അന്വേഷണ സാധ്യത തെളിച്ചത്. ആർത്തുങ്കൽ പോലീസ് 4 വർഷം അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസ് ജില്ലാ പോലീസ് മേധാവി MB മോഹനചന്ദ്രന്റെ നിർദ്ദേശത്തിൽ വീണ്ടും പരിശോധിച്ചു. 2020 ഒക്ടോബർ 19 തിരുവിഴയിൽ നിന്നാണ് സിന്ധുവിനെ കാണാതായത്. മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചതിനു ശേഷം ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞു പോയ സിന്ധു പിന്നെ തിരിച്ചു വന്നില്ല. മകൾ നൽകിയ പരാതിയെ തുടർന്ന് അർത്തുങ്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സിന്ധു ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് എങ്ങോട്ട് പോയെന്നറിയില്ല. തെളിവുകളൊന്നും ലഭിക്കാത്തതിനാലാണ് കഴിഞ്ഞ വർഷം കേസന്വേഷണം ഉപേക്ഷിച്ചത്. മകളുടെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുൻപാണ് സിന്ധുവിനെ കാണാതായതും. 3 സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും പ്രതി സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇവരെ കാണാതായതിനു പിന്നിൽ എന്താണെന്ന് അറിയില്ലെന്ന മറുപടി സെബാസ്റ്റ്യൻ ആവർത്തിക്കുകയാണ്. മാധ്യമങ്ങളിൽ നിന്ന് മറച്ചാണ് സെബാസ്റ്റ്യനെ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചതും. കസ്റ്റഡിയിലുള്ള പ്രതി പരസ്പര വിരുദ്ധമായ മൊഴികളിലൂടെ ഉദ്യോഗസ്ഥരെ വട്ടം കറക്കുകയാണെന്നാണ് സൂചന. എന്തായാലും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. സ്ത്രീകളെ ലക്ഷ്യമിട്ട് കൊള്ളുന്ന കേരളത്തിലെ സൈക്കോ കില്ലർ തന്നെയോ സെബാസ്റ്റ്യൻ എന്ന കാര്യത്തിൽ ഉടൻ തന്നെ വ്യക്തത കൈവരും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.